ചൊരിന്ത് മത്തറത് പരന്തനരുളിനാൽ ഉരം പെരും ഭക്തറാൽ ചാതുർപുറം വരും ജലം സത്തറാൽ. ഈ നായി അതോടല്ല പറഞ്ഞ നായ പോടാ. നായിന്റെ മോനെ അവിടുത്തെ പാടുന്നു. ഇന്നോട് കളിക്കാൻ പട്ടി 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 സൂറ പട്ടി 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 കടിച്ച ചൂറ പട്ടി കടിച്ച് പാല് തുറക്കടിക്ക് മാറേ. അല്ല റോട്ടിൽ തന്നെ സാധനം ചെയ്താലേ സ്റ്റേജ് ഇട്ടിട്ടേ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തോ. സ്റ്റേഷനിൽ എസ് ഐനെല്ലാം വിളിക്കാം ഇത് കൊടുക്കാനായിട്ട്. എന്തിനാ വേഷം? ഷോർട്സ് നിക്കറ്. അതെ ഷോർട്സ് എന്തിനാ ഇവിടെ ഈ പൊതുസ്ഥലത്ത് വന്നിരിക്കുന്നു ഇങ്ങനെ ഇട്ടിട്ട്? ചേട്ടാ നല്ല കാറ്റൊക്കെ കയറി കിട്ടി കഴിഞ്ഞാ നല്ല. എടാ ഈന്റെ പരിസരത്തുള്ള പെൺകുട്ടികളുണ്ട് ഇതിൽ കൂടെ നടന്നു പോവുകയും നിങ്ങൾ ഇങ്ങനത്തെ തൊട കാണിച്ചില്ല ഡ്രസ് ഇട്ട് തന്നാല് എന്തൊരു ഭക്ഷണം അത്. ഇത് നിക്കറ് തൊട അങ്ങനെ കാണില്ലല്ലോ ഇത്. പിന്നെന്ത് കാണാതെ മുണ്ട പേന്റെ ഇട്ടൂടെ? ഇവിടെ മാന്യന്മാരെല്ലാം താമസിക്കുന്ന ചുറ്റുപാടും. അല്ല അപ്പം തൊട കണ്ട മാന്യത ഇല്ലേ? ഇവിടെ ഈ പെണ്ണുങ്ങളും പരിസരത്തിന്റെ ആൾക്കാരെല്ലാം കുറച്ച് മാന്യമായി ജീവിക്കുന്നവരാ. നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നത് മാന്യത ഉണ്ടാട്ടാ. തൊടയും കാണിച്ചിരിക്കുന്നത് എന്റെ അത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞോണ്ട് എന്നെ പഠിപ്പിക്കാനായിരുന്നു. എന്നെ പഠിപ്പിക്കാൻ പോയി മുണ്ടെടുത്തിട്ട് പാടാ പോയിട്ട്. ചേട്ടന്മാരെ ഡയലോഗ് അടിക്കണ്ട, ഇത് ചെയ്തോളാം കേട്ടാ. ഇതെന്ന് ശരി വിളിക്കാനെ അല്ലാട്ടോ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ. നിക്കറിട്ടെന്ന് പറഞ്ഞോണ്ട് പ്രശ്നം. അല്ല എന്തിനാ ഈ പിള്ളേരുടെ കൊടുക്കാൻ നിക്കണേ? വയസ്സുകാലത്ത് എന്തെങ്കിലും പറ്റി അവരൊക്കെ ഉണ്ടാവുള്ളൂ നോക്കാൻ. പിള്ളേർ വെറും ട്രൗസർ ഇട്ടിട്ട് ഇത് കാണിച്ചോണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ബർമുടല്ലേ? ബർമൂടെ എന്ത് മൂടെയോ മര്യാദക്ക് വർത്തം ധരിക്കണം ഞാൻ പറഞ്ഞിന്. മറ്റൊന്നല്ല, കുട്ടിക്കാലം നല്ല ഇപ്പൊക്കെ കാലം മാറി. അതൊക്കെ കാലം മാറിയാൽ ചുറ്റുപാട് പെണ്ണുങ്ങൾ എന്താ പറ്റി? ഇതെന്താ പറ്റി? അപ്പൊ ഇജ്ജ് വിവരമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. പട്ടി കടിച്ചില്ലെന്നെ. കൊടുക്ക് വെയിലത്തുനിന്ന് മാറിക്ക്. പട്ടി കടിക്ക് ആന്ന്. എവിടുന്ന്? എന്റെ പെരേന്ന്. നിങ്ങളുടെ പെരേല അതിന് പട്ടിയുണ്ട? എന്റെ പെരയിലെ പട്ടിയല്ല, ആ പഞ്ചായത്ത് കിണറിന്റെ അടുത്ത് ഒരു പട്ടി പെറ്റ് കിടക്കുന്നുണ്ട്. അത് ഓടിച്ചിട്ട് കടിച്ചാ തന്നെ. പട്ടി പെറ്റ് കിടക്ക്? ആന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ പിന്നെ പട്ടിക്ക് പെറ്റൂടെ? അതല്ല മൊയ്തോ, കേരളത്തിൽ ഇപ്പൊ അങ്ങനെ പട്ടികൾ വരാൻ പാടില്ലല്ലോ. അതാര് പറഞ്ഞേ? ഇത് പുതിയ അറിവാണല്ലോ. ഹൈ, ഇപ്പൊ നമ്മുടെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ലേ? എന്ത് പട്ടികളെയും നായ്ക്കളൊക്കെ വന്ധീകരണം ചെയ്യാന്ന്. എന്ത് അങ്ങനെ കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് വന്ധീകരണം നടത്തിയിരിക്കുക. പിന്നെ അങ്ങനെ പട്ടി പ്രസവിക്കുക. എന്ത് കരണം എന്ന് പറഞ്ഞു? വന്ധീകരണം. അതിന്റെ പ്രസവം നിർത്തുക. പട്ടികൾക്കോ? ആ, ഈ പട്ടീനി നായനൊന്നും ഇപ്പൊ കൊല്ലാൻ പാടില്ലല്ലോ, അതല്ലേ നിയമം. ആണോ? ആ, അപ്പൊ പെറ്റ് പെരുകാണ്ടിരിക്കാൻ സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ് എല്ലാവരും പിടിച്ച് വന്ധീകരണം നടത്തുക. അപ്പൊ ഈ പഞ്ചായത്ത് കെട്ടിന്റെ അടുത്ത് പെറ്റെടുക്കണ പട്ടീനെ എന്തെങ്കിലും ചെയ്യാഞ്ഞായി? അതാ ഞാനും അത് ചിലപ്പോഴേ ഓപ്പറേഷൻ ഫെയിലിയർ ആയി ഉണ്ടാവും. നമ്മൾ ഈ മനുഷ്യന്മാരിലും ഈ പ്രസവം നിർത്ത ഓപ്പറേഷൻ കഴിച്ചു കഴിഞ്ഞവർ പ്രസവിക്കാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാവാനേ വഴിയുള്ളൂ. എന്നാ പിന്നെ കേരളത്തിൽ എത്ര പട്ടികൾ അത് ചെയ്തിട്ടുണ്ടെന്നൊന്നും അറിയണല്ലോ. അതെങ്ങനെ അറിയാൻ പറ്റുക? അല്ല, അതറിയണമെങ്കിൽ നമ്മള് വിവരാവകാശം വഴി അന്വേഷിക്കണം. വിരവാവകാശം? വിരവല്ല, വിവരാവകാശം വഴി അറിയണം. നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ആ അവകാശത്തിൽ നിന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? അത് അതിപ്പോ ഈ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വഴിയാണല്ലോ ഇത് നടത്തണത്. അപ്പൊ നമുക്ക് പഞ്ചായത്തിലൊന്ന് പഞ്ചായത്ത് പോവാ, അതൊന്നും അറിയണല്ലോ. പഞ്ചായത്ത് ചെന്നിട്ട് നമുക്ക് ഇനി തെറ്റിച്ചോ വിവരാവകാശ വഴി എങ്ങനെ അറിയാൻ പറ്റുമെന്നൊന്ന് അന്വേഷിക്കണല്ലോ. പിന്നെ അത് അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ. കാലിന് വയ്യ എനിക്ക്, എന്നാലും വേണ്ടില്ല, അതൊന്നും അറിഞ്ഞിട്ട് മതി. പഞ്ചായത്തിലേക്ക് പോവാന്ന്. പോവാ. സാർ അകത്തോട്ട് വന്നോട്ടെ. വരൂ സാർ. വരണം. എന്താ സാറേ, എന്നെ ഒരു തെരുവുനായ കടിച്ചു. അയ്യോ, അല്ല ആശുപത്രി പോണം. എന്റെ സാറേ, 6 വർഷം മുമ്പ് എന്നെ ഒരു തെരുവുനായ കടിച്ചിനി.
അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഞാനിവിടെ അപേക്ഷിന് ഇന്ന് വരെ ഒരു ഉറുപ്പ് കിട്ടിയിട്ട സാറേ. അത് 6 വർഷം മുമ്പ് കടിച്ചിട്ട് ഇതുവരെ കിട്ടാതിരുന്നത്? ഇവിടെ ആദ്യം ഒരു ബാലകൃഷ്ണ സാറാണ്ടായിനി, ഓ പിന്നെ രവീന്ദ്ര സാറ്, ഉവ്വ്, പിന്നെ സതീശ സാറ്, ആ പിന്നെ ഷുക്കൂർ സാറ്, സരള സാറ് മാഡം, അങ്ങനെ അങ്ങനെ മാറി 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 മാറിപ്പോയി. ഞാൻ വന്നിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. എനിക്കറിയില്ലല്ലോ നിങ്ങളുടെ ഹിസ്റ്ററി. വീറ്റ് 355/2018 ഫയൽ നമ്പർ. വീറ്റ് 355/2018 ആ ഒരു വക്ക് പൊട്ടിയ സാധന, ചെറിയൊരു സൈഡ്. അതെ അതെ അതെ, ഫയലുണ്ട്. അടുത്തോ ആ ഒരു മിനിറ്റ് നോട്ടെ. പ്യാരി, ആ ഓന് മനസ്സിലാവും. പ്യാരി സാറേ, ആ ഒന്ന് വന്നേ. എന്താ സാർ? അതൊന്നും ഇളക്കരുത്, അതവിടെ കൂടിയല്ലേ, നേരെ നിൽക്കണ്ടേ. ഇതെന്താ ഇയാളെ കേസ് എന്താ? ഇതേ പുള്ളീനെ ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു തെരുവ് നായ കടിച്ചിരുന്നു. ആ അപ്പോൾ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് നമുക്കൊരു അപേക്ഷ തന്ന്. ഉവ്വ്. അപ്പോൾ അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി നടക്കണം. ഇപ്പോഴും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആ അതെന്താ കൊടുക്കാൻ പറ്റാത്തത്? അന്ന് പിന്നെ കടിച്ചു എന്ന് പറഞ്ഞു വന്ന അന്ന് പ്യാരി ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, പുള്ളി ഇവിടെ നിരന്തരം വന്നിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ആ ഫയലൊന്നും എടുത്ത് പഠിച്ച് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായതാണ്. സെക്രട്ടറി കുറെ കളിപ്പിച്ചു കൊടുത്തേ. ഇവിടുത്തെ സ്റ്റാഫാണ്, സിർജകം കമ്മിറ്റി ഉണ്ട്. എന്ത് കമ്മിറ്റി? സാറേ, നമ്മുടെ ശശാങ്കൻ സാറുണ്ടല്ലോ, പുള്ളി ഇരിക്കാൻ നേരത്ത് സിരിജകൻ കമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞ്. അപ്പൊ അവിടെ പരാതി വെച്ചിട്ട് പുള്ളി ഒരു നഷ്ടപരിഹാരം ഒരു 8,500 രൂപ പാസ്സാക്കിച്ചിട്ടുണ്ട്. അത് ശരി. ഇത്രയും വർഷം വൈകിയത് എന്താന്ന് വെച്ചാലേ, ഈ പുള്ളി സിരിജകൻ കമ്മിറ്റി ചെന്നപ്പോ നമ്മളോടൊരു വിശദീകരണം ചോദിച്ചു. അവര് വിളിച്ചു, അവർ പറഞ്ഞു ഉണ്ണിക്ക് അത്ര നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്ന ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചു. പുള്ളി അർഹതപ്പെട്ട ഒരാളാണോ എന്ന് ചോദിച്ചു. പക്ഷെ അതിനൊരു മറുപടി കൊടുത്തത് ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ്. 9 മാസം? അയ്യോ, അത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നല്ലോ. അന്ന് അവരത് ചെയ്തില്ല. പിന്നെ ഇപ്പൊ ഒരു 8,500 രൂപ അവര് പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ അലോട്ട്മെന്റ് ഇല്ല ഹെഡില്. അയ്യോ, അപ്പൊ പറ്റില്ല. ഇതാണ് സംഭവം. ആലോചിച്ചു, സാറിന് ഇപ്പൊ നായി കടിച്ചു. അല്ലാതെ അതെ, സാറിന് ഒരു പ്രാന്ത നായി എന്താ ഒരു നായി കടിച്ചു. അല്ല, എന്നെ നായി കടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നെ ഇപ്പൊ കടിച്ചിട്ട് കാര്യം, പൈസ കിട്ടണ്ടേ? നമുക്ക് അലോട്ട്മെന്റ് വരണം. ഞാൻ ചാവുമ്പോ ഈ പൈസ കിട്ടും. പൈസ ഒക്കെ കിട്ടും. പൈസ കിട്ടാതെ എവിടെ പോവാനാണ്? 6 കൊല്ലായി സാറാ നായി കടിച്ചു. പൈസ പാസ്സായി വന്നിട്ട് ഇനി നടക്കണ്ട, വരണവർക്ക് വിളിച്ചു പറയാ. അപ്പൊ ശരി 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 എന്ന് പറഞ്ഞത് കാരങ്ങളായിട്ടാണ് ശരി കേൾക്കുന്നത്. ശരിയെന്നാ വിളിക്കാം. അതാണല്ലോ ഇത്രയും കാലം കേട്ടത്. സാർ ഒന്ന് ശരിയാക്കണം സാറേ. ശരിയാക്കാം. ഞാനും ശരി പറഞ്ഞു അടുത്തു പോയി. ശരി അപ്പൊ എന്താ ചെയ്യാ, നാളെയും വരും ഇത് തന്നെ പറഞ്ഞു. അതെ അല്ലേ, പാവം. പുള്ളീനെ തെരുവുനായല്ല കടിച്ചത്. പിന്നെ പുള്ളി വളർത്തുനായാണ് പുള്ളിനെ കടിച്ചത്. അയ്യോ, അപ്പൊ കിട്ടില്ല ശരിക്കും. ഇത് ഈ വിവരം അയൽവക്കത്ത് താമസിക്കണവര് സിരിജകൻ കമ്മീഷന് റിപ്പോർട്ട് കൊടുത്ത്. അപ്പൊ ഇയാൾ അർഹനല്ല എന്ന് അവര് വിധി എഴുതി. പിന്നെ പരാതി കൊടുത്തവര് തെളിവ് ഹാജരാക്കാത്തോണ്ടാണ് 8,500 പാസ്സായത്. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഇത് അലോട്ട്മെന്റ് വരട്ടെ, അപ്പൊ കൊടുക്കാം. അതെ. പിന്നെ സാറേ, ആ ലേലങ്ങള് കുടിശ്ശിക നോട്ടീസ് നടത്തിയിട്ടുണ്ട്. സാറേ, എന്താണ്? ഞങ്ങളേ മറ്റേ വിരവാവകാശത്തിന്റെ ഒരു വിവരം. എന്താണ്? അല്ല, ഞങ്ങളൊരു കാര്യം അറിയാമെന്നാണ്. ഇരിക്കും. പറഞ്ഞു. വിരവാവകാശത്തിന്റെ പറഞ്ഞു കൊടുക്കുന്ന വിവരാവകാശ പ്രകാരേ കേൾക്കണ്ടോ? കേൾക്കണ്ട്. പറഞ്ഞോളൂ നിങ്ങളെ. പറഞ്ഞു. നമ്മുടെ ഈ സംസ്ഥാനത്തെ അപ്പൊ അങ്ങനെ ആരോടെ പറയുന്നത്? അത് അത്രയല്ലേ ഉള്ളൂ. തുടങ്ങട്ടെ? തുടങ്ങിയാലോ? തുടങ്ങിക്കൂടെ? എന്ത് പറഞ്ഞോട് സാറേ. ഞങ്ങള് വിവരാവകാശ പ്രകാരം ഒരു കാര്യം അറിയാമെന്നാണ്. സാർ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ തെരുവ് പട്ടികളൊന്നും കൊല്ലാൻ പാടില്ലല്ലോ. പാടില്ല. അപ്പൊ ഈ പട്ടികൾ പെരുകാതിരിക്കാൻ വേണ്ടിയിട്ട് കേരള സംസ്ഥാനത്ത് വന്ധീകരണം നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ. അതിന് കോടിക്കണക്കിന് ഉറുപ്പിയാണ് ചെലവാക്കണെന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു പട്ടി പ്രസവിച്ച് കിടന്നിട്ട് ഇതേ നോക്കിയ 3 കടി കൈക്കും കാലിനും തുടക്കും. അതെയോ? അപ്പൊ അതൊന്നും അറിയണം. എത്ര പട്ടികളെ ഈ ഇത് പ്രസവത്തിന്റെ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്നും അറിയണം. അതൊന്നും അറിയണം. കേരളത്തിലെ മൊത്തം എത്ര പട്ടികളെ വന്ധീകരണം ചെയ്തു എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് ഇത് ABC പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ABC എന്ന് പറഞ്ഞാല് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം. അപ്പൊ നമ്മള് ഈ ഒരു പ്രോഗ്രാം നേരെ വെറ്റിനറിക്ക് അയക്കും. അപ്പോൾ അവരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്.
പൈസ ഇവിടുന്ന് തരും. അല്ല സാറേ, ഇവിടുത്തെ വെറ്റിനറിയിൽ അപേക്ഷിച്ച ഈ പഞ്ചായത്തിൽ തന്നെ അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് കേരള സംസ്ഥാനത്തിൽ മൊത്തം അറിയണേ. അതിനെന്താ? കേരളത്തിലെ മൊത്തം അറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. തിരുവനന്തപുരത്താണോ? LSGDയുടെ ഡയറക്ടറേറ്റ് ഉണ്ട്. അവിടെ പോയി ഒരു വിവരാവകാശം വെച്ചാൽ സംസ്ഥാനത്തിലെ മുഴുവൻ കണക്കും കിട്ടും. തിരുവനന്തപുരത്ത് കൊണ്ടുവരും. പോണോ? പോയിക്കോളൂ. പോണ്ടേ? അറിയണ്ട പിന്നെ. കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി, മുത്തോട് മുത്തു വെച്ച വളകിലുക്കി. ആ എന്താ കളിക്കുന്നേ? എന്തേ കത്തുണ്ട്. ഇന്നുണ്ടാ കത്ത്? ഏ അല്ലെ കത്തൊക്കെ കൂടിയിട്ട് ഞാൻ എവിടെ കൊണ്ട് വെക്കാനാണ്? ഇപ്പൊ എന്നോട് വെച്ചിട്ട് അയക്കുന്നതിലോടല്ലേ പറയണ്ടേ? 1 2 3 4. ഇന്ന് 4 എണ്ണോ? ആ എന്താ നോക്ക്. ഇങ്ങനെ കത്തിവനി നിങ്ങക്ക് എന്നല്ലേ ഇത് തന്നെ? ഇത് മൊയ്തുക്കാക്ക് ചരയച്ചോളി കേട്ടോ. അല്ല ഞാൻ പറഞ്ഞത് മൊയ്തുക്ക് പറഞ്ഞ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മൂപ്പര് പരിപാടി ഒന്നും പറയാത്ത ആള് നല്ലത്. എന്നാ ഒരു ഇറുമ്പ തന്നെ ടീമില്. എവിടെ? ആടെയല്ല, ആടെ ഇപ്പുറത്ത്. പോയി. അത് ഇവിടെ കൂടുണ്ട് അതിന്റെ. അതിന്റെ ചോട്ടത്തിന്റെ കണ്ട അങ്ങോട്ട് നിന്നോറോ. അല്ല ഞാനേ ഈ കത്തെല്ലാം കൂടി ഒരു മാസത്തിൽ ഒരുമിച്ച് തന്നാ വയ്യ. മതി. എല്ലാം ആഴ്ച കത്തല്ലേ. ഈ വെയിലത്ത് കത്തും കൊണ്ടുവരും എന്തൊരു ബുദ്ധിമുട്ടാണ് അറിയങ്ങള്. അല്ല എന്തായാലും ഇന്റെ വീട്ടിലേക്കായിട്ട് വന്നാലേ ലേശം വെള്ളം കുടിച്ചിട്ട്. അതും വേണ്ടേ? അല്ല വെള്ളമൊന്നും വേണ്ട. നിങ്ങൾ ആകെ വേർതിരിക്കാണ്. വെയില് കൊള്ളുമ്പോ പിന്നെ വേർക്കു ക്ഷീണലുണ്ടാവില്ലേ? വെള്ളം അങ്ങനെ ക്ഷീണിച്ചിട്ടൊന്നും പോണ്ടപ്പാ. അല്ല വെള്ളം വേണ്ടാന്ന്. ചൂടുണ്ടല്ലേ? വരിടോ വേണോ? കുടിച്ചല്ലേ? എന്തായാലും സംഭാരം എടുത്തോളി ഉണ്ടെങ്കിൽ. എന്നാ സംഭാരം. എന്നാ എന്താണ് സംഭവിക്കലിപ്പം? ഒന്ന് ചിരിച്ചെന്നിട്ട്. ഓ ഇത് എപ്പോ നോക്കിയാലും ഈ ഫോട്ടോ എടുപ്പാണല്ലോ. ഇതിപ്പോ എന്തിനു വേണ്ടിയാ? ഇത് മാട്രിമോണിയിൽ അപ്ലോഡ് ചെയ്യാൻ. എടുക്കണ ഫോട്ടോ അതേപോലെ ഇടണം. ഇല്ലെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് പിന്നെ ആളുകൾ വന്നിട്ട് പിന്നെ കണ്ടിട്ട് ഇഷ്ടമായില്ലെന്ന് വരാൻ പാടില്ല. ഓക്കെ അല്ലേ? സത്യേട്ടാ ഇതാണ് അച്ഛൻ, ഇതമ്മ, ഇതെന്റെ ദമയന്തി. നീ പറഞ്ഞ അച്ഛൻ മനസ്സിലായ? ഇല്ല. ഞാൻ വഴിപാട് ചെയ്തവൻ. ഇത് ആസിഡ് ബിരിയാണി. കാര്യം പറഞ്ഞവാ. എന്താണ് ബലം പിടിക്കല ഭയങ്കര പേടിക്കണ്ട. പേടിക്കണ്ട, നമ്മുടെ ആശാനാണ്. ഒക്കെ ഇന്ന് സെറ്റ് ആക്കും. നമ്മുടെ കാര്യം പറയാനല്ലേ അണ്ണാ. ഇത് കാര്യം പറയാമെന്ന് നിങ്ങൾ പറഞ്ഞാ പോരെ? പറയാ വേറൊന്നുമില്ല. എന്റെ പയ്യനാണ്. അവൻ കുറച്ച് ദിവസമായി പറഞ്ഞ ഒരു കൊച്ചിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ നടക്കണത്. എനിക്കാണ് ഈ പിള്ളേരെന്തെങ്കിലും പറഞ്ഞ് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. നിങ്ങളുടെ മോളെ ഇഷ്ടമാണ്. അച്ഛാ, ഞാനൊരു ദിവസം ദമയൂനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടേ. അപ്പൊ എനിക്ക് താല്പര്യം തോന്നി, കല്യാണം കഴിക്കാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ്. അവനിപ്പോ പറയാനൊന്നും വേറെ ആരൊന്നുമില്ല, ഞങ്ങൾക്ക് തന്നെയാണ്.
ഒന്നാമത് ഈ കല്യാണം അന്വേഷിച്ച് വരാനൊക്കെ ഒരു മര്യാദ ഇല്ലേ? ഇങ്ങനെയൊക്കെയാണ് വരണത്. ഞങ്ങൾ തുണി കൊടുക്കാതെ തുണി എടുക്കാതെ കണ്ട് ഈ ആളുകളെയും എന്ത് എനിക്ക് മനസ്സിലാവണില്ല. അത് നോക്കണ്ട, അത് ആംബിയൻസ് ആണ്. നമ്മുടെ പിള്ളേരാണത്. എല്ലാം നമ്മുടെ പിള്ളേരാണ്. ഒരു യുക്കും പേടിക്കാനുള്ള. അവളെ കല്യാണം കഴിക്കാറാകുമ്പോ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തോളാം. ആ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അതിനായിട്ടില്ല. ആവട്ടെ. ആ സൈസ് എടുക്കല്ലേ, ആ സൈസ് എടുക്കല്ലേ, അണ്ണൻ പറഞ്ഞ എന്താവാനാണ്? ഇനി എന്താവാനാണ്? കൊച്ചൊക്കെ പോരുന്നല്ലേ കല്യാണം കഴിച്ചു കൊടുക്ക്. അതേ അവള് പഠിക്കാനാ, പഠിത്തമോ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ടേ ഞാൻ ആലോചിക്കുള്ളൂ. ആലോചനയൊക്കെ അവിടെ നിൽക്കട്ടെ. ആലോചിക്കണൊക്കെ ഇപ്പൊ തന്നെ ആലോചിക്കണ നല്ലത്. അല്ലെങ്കിൽ ആലോചിക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ തീരുമാനിച്ചോ, അണ്ണന് വെറുപ്പിക്കണ്ട. ഇപ്പൊ കല്യാണം കഴിക്കാനാണെങ്കിൽ തന്നെ എന്താ ചെയ്യാനുള്ള ജോലി? അവൻ എന്റെ കൂടെയാണ്. എന്റെ കൂടെ തന്നെയാണ്. നല്ലൊരു ജോലി ഉണ്ടാവൂലേ? കൊട്ടേഷൻ വർക്കാ. കൊട്ടേഷനാ? കൊട്ടേഷനാണ്, കൊട്ടേഷൻ. എന്ത് കൊട്ടേഷൻ? ഗവൺമെന്റിന്റെയോ അതോ പ്രൈവറ്റോ? ഗവൺമെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടണൊക്കെ എടുക്കും നമ്മള്. എല്ലാം കിട്ടണില്ല. പ്രൈവറ്റും ഗവൺമെന്റ് ഒക്കെ എല്ലാം ഓക്കെയാണ്. അതെ, എന്താ പണി? എന്താണ് പണി? ഇത് തന്നെ, കാലും കൈയൊക്കെ വെട്ടി ആവശ്യം ഉണ്ടെങ്കിലേ ഉറക്കണെങ്കിൽ ഉറക്കും, കിടത്തണെങ്കിൽ കിടത്തും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇറങ്ങി. എന്തോ ഇപ്പൊ ഇറങ്ങ്. അതെന്താണ്? അതെന്ത് വർത്താനമാണ്? ഞങ്ങൾ ഉമ്മറത്തേക്ക് കയറി വരുമ്പോ തന്നെ അങ്ങനെ ഇറങ്ങുന്ന പറയണെന്ത് വർത്താനം? അതെ അച്ഛാ, അണ്ണനോട് ആരും അങ്ങനെ സംസാരിക്കാറില്ല. വെറുതെ അല്ല, അത് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് സംസാരിച്ചോണ്ടിരിക്കൊന്നുമില്ല കേട്ടാ. ഒന്നുമില്ല. നിങ്ങൾ ഇറങ്ങിയാ മതി. തൽക്കാലം നിങ്ങൾ ഇറങ്ങിപ്പോ. തൽക്കാലം ഇറങ്ങി. അതൊന്നും വേണ്ട. വെറുതെ പ്രശ്നങ്ങളിലേക്ക് പോകരുത്. അതിന് മുമ്പ് നിങ്ങൾ ഇറങ്ങിപ്പോ. കഴിച്ചുകൊണ്ടല്ലേ അണ്ണൻ കഴിച്ച ഇടങ്ങേറാണ്. നമ്മുടെ താല്പര്യം അതൊക്കെ തന്നെയാണ്. പ്രശ്നങ്ങളിലേക്കൊന്നും ആരും നിൽക്കരുത് തന്നെയാണ് നമ്മുടെയൊക്കെ താല്പര്യം. നേരെ സംസാരിക്കുക. നിങ്ങൾ കിടന്ന് ചാടണ എന്തിനാണ്? അവനൊക്കെ തട്ടിപ്പോയാൽ തന്നെ 5 ലക്ഷം ഇൻഷുറൻസ് ആണ്. ഇറങ്ങണോ എന്റെ വീടുന്ന്? ഒന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് ഒതുക്കാനുള്ള കാര്യം. പറ്റില്ല. ഇപ്പൊ കൊണ്ടുപോകണടാ. വേണ്ട, മയത്തില് ഞാൻ ഇങ്ങനെ ഒന്ന് വിളിച്ചാലുണ്ടല്ലോ, രജിസ്ട്രാർ ഇവിടെ വരും. ഇപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞ് മോള് ഇവിടുന്ന് പോകും. ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. നിങ്ങൾ ഞാൻ കല്യാണം കഴിഞ്ഞത് തന്നെ കെട്ടാൻ വന്നല്ല, മോളെ കെട്ടാൻ വന്ന. അതിനെ പറഞ്ഞു, നിങ്ങൾ അറിയിക്കോ. അതെ അച്ഛാ, അണ്ണനെ വെറുപ്പിക്കല്ലേ. അണ്ണ ഒരു 2 ദിവസം ആലോചിക്കാൻ കൊടുക്കും. പെങ്കൊച്ചിന്റെ കല്യാണമൊക്കെ അല്ലേ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ചെയ്യും, ബന്ധുക്കളൊക്കെ അറിയിക്കണമെങ്കിൽ ഇറങ്ങിപ്പോ. എന്താ ചെയ്യണേന്ന് കാണിച്ചു. ഒരു കാര്യം ചെയ്യില്ല. നീ മിണ്ടാതിരിയുടെ ഒരു സമയത്ത് പോവാന്ന്. നീ വെറുതെ വേണം. ഒന്നുമില്ലെങ്കിൽ നാളെ അച്ഛനല്ലേ ഇത്. അതുകൊണ്ടാണ് ക്ഷമിക്കുന്നത്. വർത്താനം പറയണതാണ്. ബഹളമൊന്നും പൊന്നു സുഹൃത്തെ, നിങ്ങൾ ദയവചിട്ട് ഇറങ്ങിപ്പോ. ഇത് കൊള്ളാം. ഇപ്പൊ പറഞ്ഞ ഭാഷ ഉണ്ടല്ലോ, അത് കൊള്ളാം. അതിനപ്പുറത്തേക്കും കിടന്ന് കൊലമ്പല്ലേ. എന്തെങ്കിലും ഒന്നുണ്ടായി അപ്പൊ കിടന്ന് വേളം ഉണ്ടാക്കാനാ. ഇതൊക്കെ സില്ലി കേസുകളല്ലേ. ഇത് ഇവിടെ പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ലേ ഇത്? ഒരു കാര്യം പറയണ്ടെന്ന്. എന്ത് കാര്യം പറയണേ? അണ്ണൻ പറയണ അനുസരിച്ചോ, അല്ലെ അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടീനെ എനിക്ക് കെട്ടേണ്ടി വരും. ലോഡായിട്ടിരിക്കുകയാണ്. ഒരു പ്രഷർ അങ്ങാട് വന്നു കഴിഞ്ഞാൽ ആരാണ്, അച്ഛനാണോ മോളാണോ നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞത് 2 ദിവസം എടുത്തോ, ബന്ധുക്കളെയൊക്കെ ഒന്ന് അറിയിക്കാനാ. പെങ്കൊച്ചിന്റെ കല്യാണം അത് കഴിഞ്ഞിട്ട് കാര്യം കൃത്യമായിട്ട് പറയണം കേട്ടാ. 3-ന്റെ അന്ന് മോള് വീട്ടിലിരിക്കും എന്റെ കേട്ടാ, ആലോചിച്ചോ. അതെ, അച്ഛനെ മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഇപ്പൊ ആരെയും ആഗ്രഹിച്ചാൽ നടത്തിയിരിക്കും. നല്ലൊരു ജീവിതം കളയാൻ നിൽക്കണ്ട. ഹലോ, എന്താണ്? ഒന്നുമില്ല, പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഓക്കെ, ഐ ലവ് യു. നമ്മുടെ പണ്ടിയാണോ ചെയ്ത് കൊടുത്തോ? അവരെ നിനക്കറിയോ? ഇല്ല അച്ഛാ, എനിക്കറിയില്ല.
കാട്ടിലൊരു സിംഹം മതി, വെടികൊണ്ട മന്മഥൻ. എടാ സ്വരുവേ, എല്ലാടെ നമ്മളെ നാട്ടിൽ എന്തല്ല കുഞ്ഞുമനെ നടക്കുന്നത്? ഈ ഗുണ്ടകൾക്കെല്ലാം ഫ്ലക്സാ ഇവിടെ. എന്റെ സുതിയാട്ടെ ഇതൊക്കെ ചെറുതാ. ഇനി ഇതിനും വലിയ ഫ്ലെക്സ് ഇവിടെ ഒന്ന് വരാൻ വെക്കുന്നുണ്ട്. ആരെ? മറ്റേ വടിവാള് ശീതളനോ അങ്ങനെ എന്തോ ഒരാളില്ലേ? ആ വടിവാൾ. ഫാൻസർ ഇതിനും വലിയ ഫ്ലെക്സ് ഇവിടെ കൊണ്ടുവയ്ക്കുന്ന പറഞ്ഞേ. ഫാൻസാ? ഈ ഗുണ്ടക്ക് ഫാൻസ് ഉണ്ട് ഇവിടെ? നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ? നിങ്ങൾ ഈ ഫേസ്ബുക്ക് വാട്സാപ്പിലൊന്നും കാണില്ലേ? ചെറിയ മക്കളടക്കം ഇവരെ ഫാൻസാ. പോരാത്തിന് ഇവരൊക്കെ ഫാൻ പേജാ. ഫുൾ സിനിമ സ്റ്റൈലുള്ള നടത്തോ BGM എന്തൊക്കെ സെറ്റപ്പ് അവന്മാർക്ക്. എന്റെ മോനെ, ഈ എന്താ പറയാ, നമ്മളെ നാട്ടിന്റെ ഒരു പോക്ക് നോക്കണം നീ. പണ്ടെല്ലാം എന്ന് പറഞ്ഞാൽ ഈ മഹാമാരി പേരിൽ നമ്മളെ നാടറിയപ്പെട്ട്, ഇപ്പൊ ഇമാതിരി കുറെ ബടക്ക് ഗുണ്ടകളെ പേരിൽ അറിയപ്പെടാഞ്ഞാല് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടൊന്നും സത്യേട്ടാ, എന്താടോ ഇത്? ഇത് പണ്ട് നമ്മള് കാപ്പ പ്രകാരം നാട് കടത്തിക്കില്ലേ മന്മഥനാ, ആ മൂപ്പർ തിരിച്ചു വരുന്നുണ്ട്, അതിന്റെ ഫ്ലക്സാ. അതെ, പക്ഷെ ആരാ ഇതിവിടെ കൊണ്ടുവച്ചത്? ആരോട് ചോദിക്കുന്നത് സത്യേട്ടാ? എന്തെല്ലാം ഫാൻസ് എല്ലാം ഉണ്ടോ ഇവരിക്കല്ലോ. നോക്കുന്ന ടെൻഷൻ പോലെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ വല്ലാണ്ട്. എന്നാ ആകെ ടെൻഷനാണ് മോനെ. എന്നാ ഇന്ന് നോക്കുമ്പോ ഒരു പറ്റം ഗുണ്ടകള് വീട്ടില്. ഗുണ്ടകളാ? ആ, അതിലൊരുത്തന് മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അത് ശരി. ആ, എന്താ പിന്നെ ചെയ്യാ? അല്ല, നിങ്ങള് ഈ ഗുണ്ടകളെല്ലാം വരുമ്പോ നമുക്ക് ആ രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവില്ല അവരോട്? ഞാൻ ഇറങ്ങി പോവാൻ പറഞ്ഞു, കടന്നു പോവാൻ പറഞ്ഞു വീട്ടിന്ന്. അങ്ങൾ അതല്ല, ചെപ്പക്കുറ്റൊക്കെയാണ് പൊട്ടിക്കല്ലേ വേണ്ടിയത്. അതിനൊക്കെ മെനക്കെട്ട് കഴിഞ്ഞാൽ മോനെ എനിക്ക് എന്റെ തടി കൂടി നോക്കണ്ടേ. ഞാൻ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് പറയാൻ പോവാ. ആ, എന്നാ ഞാനും ഉണ്ട്, കംപ്ലൈന്റ് ചെയ്യണം എന്തായാലും. അത് അങ്ങനെ വിട്ടാ പറ്റൂലോ. ആ, എന്നാ അങ്ങനെയാണോ? ഏതാ ടീം വന്നേ? ഏതാ ടീമൊന്നും ഞാൻ ചോദിച്ചില്ല. എന്താ അവന്റെ പേര് പറഞ്ഞത്? പ്യാരി. ആസിഡ് പേരിയാ? ആസിഡ് പേരിയാ? ആ, ആസിഡ് പേര് തന്നെ. പിന്നെ വേറൊരാളുണ്ട്, ശീതളൻ. വടിവാള് ശീതളൻ. ആ, വടിവാളി ശീതളൻ. സത്യേട്ടാ, അത് ഡേഞ്ചർ ടീമാട്ടോ. ഡേഞ്ചർ ടീമാന്ന് പറഞ്ഞിട്ട് പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റൂടാ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് പറയണ്ടേ? നമുക്കൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല അതിന്ന്. ആ, നമ്മള് ഡീൽ ചെയ്യണ്ട, അത് പോലീസുകാർ ചെയ്തോളും. നീ വരണ്ട, വാ. അല്ല സത്യേട്ടാ, ഈ പ്യാരിയാകുമ്പോ നമ്മളിപ്പം പ്യാരിക്കെതിരെ പരാതി കൊടുക്കുമ്പോ ഓലിക്ക് നമ്മളോടൊരു വെറുപ്പുണ്ടാവും. പിന്നെ അതിന്റെ മുകളിൽ പ്രശ്നമായി അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ നമുക്കൊരു വെട്ടുകൊണ്ട് നമ്മളെ ജീവൻ അപകടത്തിലാവും. മാത്രല്ല എനിക്ക് പള്ളക്ക് എന്തോ ഒരു ഇപ്പൊ പുളിമുട്ടായി നിന്നിട്ടേ. ആയിക്കോട്ടെ ഇപ്പൊ വരണ്ട, അവിടെ ഇരുന്നോ. ഞമ്മക്കോളാം. അവർക്ക് അറിയില്ല കേട്ടോ ടീം ഏതാന്ന്. ടീം ഏതായാലും ഞാൻ പറഞ്ഞ പോവാണ്ടൊത്തില്ലേ, ഇവൻ പോയിട്ടുണ്ട്. ഇപ്പൊ എനക്കും വെട്ട് കിട്ടും. വെറുതെ എന്തിനും അത്ര ഞാനില്ല. ഇപ്പൊ എന്ത് കാര്യത്തിലായി പോയി പറഞ്ഞേ? ഞാനില്ല, പോയിട്ടിങ് വരട്ടെ. എണിക്കടാ, കൊറേ നേരായി എണിക്കാൻ പറഞ്ഞിട്ട് എണിക്കണം. എഴുടാ, മടിയെന്ന് നിനക്ക്? എല്ലാം എണിക്കാൻ പൈസ വന്നാല് എന്താ കൊടുക്കൂലെന്ന് എന്താ മടിയുണ്ട? കൊടുക്കാം. ആ, കാര്യം ഉണ്ടായിരുന്നോ? ആരാടോ അത്? ഓനെ അറിഞ്ഞൂടാ? പണ്ടെന്റെ കൂടെ പഠിച്ചതാ. ഓനാ? നല്ല ഉഷാറായിരുന്നു. വെറും കച്ചറ കളിച്ചിട്ട് കണ്ട സിനിമയെ കണ്ടിട്ട് ആവേശം മുതൽ ഗുണ്ടയാവും നടക്കുന്ന. എന്റെ മേലേക്കാടോ വണ്ടി കയറ്റും നോക്കിയേ. ആ, നാളെ ഓന്റെ ഫ്ലെക്സ് കൂടെ കാണേണ്ടി വരും. നമ്മള് തമ്മിൽ വർത്താൻ പറഞ്ഞല്ലേ, ഓനോട് ഞാൻ പറഞ്ഞു. ഓൻ വരുമ്പോ ഒന്ന് ബഹുമാനിച്ചു നിങ്ങക്ക്. ഓൻ ഒരുത്തും വന്ന് മപ്പാട് എണീറ്റ് വിടാനാ? ഇനി ഓനെയൊക്കെ ബഹുമാനിച്ചിലൂടെ ജീവിക്കാൻ പറ്റും. വിട്ടോ, ഇനി ഇവിടെ ഇരിക്കണ്ട.